മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഇടുക്കി പെരുവന്താനത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന് മുകളിലേക്ക് പാറ അടർന്നു വീണ അപകടം. യാത്രക്കാരന് നിസ്സാര പരിക്കേറ്റു. 40-ാം മൈലിൽ വെച്ചായിരുന്നു അപകടം. ബസിന്റെ പുറകുവശത്താണ് പാറ വീണത്. രാഹുൽ സുരേഷ് വാർത്തയുടെ വിവരങ്ങൾ നൽകും. രാഹുൽ, ഗുഡ് മോർണിംഗ്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുകയാണ്. വലിയൊരു പാറയാണ്. ഇത് എപ്പോൾ സംഭവിച്ചതാണ്? എന്താണ് ഉണ്ടായത്? പറയൂ. ഷിഹാസ്, ഗുഡ് മോർണിംഗ്. വലിയ അപകടമാണ് ഒഴിവായത് എന്നത് ആദ്യം തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്. ദേശീയപാതയിൽ പെരുവന്താനത്തിന് സമീപം 40-ാം മൈലിൽ പുലർച്ചെ 4:45 ഈ അപകടം നടക്കുന്നത്. കുമളിയിൽ നിന്നും കോട്ടയത്തേക്ക് പോകുകയായിരുന്ന KSRTC ബസിന്റെ പുറകുഭാഗത്താണ് ഈ പാറ അടർന്ന് വീണ് പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മുകൾ ഭാഗത്തു നിന്നും പാറ അടർന്ന് വീഴുകയായിരുന്നു എന്നാണ് KSRTC ബസിന്റെ ഡ്രൈവർ തന്നെ പറയുന്നത്. ഈ ബസ്സിൽ 50ഓളം യാത്രക്കാരുണ്ടായിരുന്നു. പുലർച്ചെ സമയമായതിനാൽ ആളുകളൊക്കെ ഉറങ്ങുകയായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി ഈ പാറ അടർന്ന് വീഴുകയായിരുന്നു. പക്ഷേ ഏറ്റവും പുറകു ഭാഗത്തിരുന്ന് യാത്ര ചെയ്യുകയായിരുന്ന യാത്രക്കാരനാണ് നിസാര പരിക്കേറ്റിരിക്കുന്നത്. പള്ളിക്കത്തോട് സ്വദേശിയായിട്ടുള്ള രാജുവിനാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇയാളെ കോട്ടയത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്ങനെയാണ് ഈ പാറ താഴേക്ക് അടർന്ന് വീണത് എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും വലിയ അപകടം ഒഴിവായതിന്റെ ആശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. KSRTC ഡ്രൈവറിന്റെ പ്രതികരണം ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ബസിന്റെ പുറകുഭാഗം ഭാഗികമായി തകരുകയും ചെയ്തിട്ടുണ്ട്. ഏറെ നേരം ഗതാഗത തടസ്സവും പുറത്തെ ഈ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും പോലീസ് ഉൾപ്പെടെ എത്തി ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ശരി, രാഹുൽ സുരേഷാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇടുക്കി പെരുവന്താനത്താണ് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന് മുകളിലേക്ക് പാറ അടർന്നു വീണത്. ഒരാൾക്ക് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്.